Hello dears, welcome back to Newtons. അങ്ങനെ എൻ്റെ 5ാം ക്ലാസ്സിലെ കുഞ്ഞുമക്കൾക്കായിട്ട് ദാ മിസ് ഇന്ന് പുതിയൊരു ടോപ്പിക്ക് പഠിപ്പിക്കാനായിട്ട് പോവാണ്. ഏതാടാ ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്ന ടോപ്പിക്ക് നമുക്കറിയാം. കഴിഞ്ഞ ക്ലാസ്സുകളായിട്ട് നമ്മൾ ചാപ്റ്റർ 7 ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഇങ്ങനെയാണ് എല്ലാവരും സെറ്റായിട്ട് പഠിച്ചോ? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ സെറ്റാണ്. എന്ത് ചോദിച്ചാലും മിസ് എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ഞങ്ങൾ പറയും എന്നുള്ളവരൊക്കെ കുറച്ച് റെഡ് ഹാർട്ട് ഇട്ടെ സെറ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ കുറച്ച് ഫയർ ഇട്ടെ. യെസ്, വേഗം ആയിക്കോട്ടെ കേട്ടോ. വേഗം. ഓക്കെ, വെരി ഗുഡ്. യെസ്, അപ്പൊ ഇന്ന് നമ്മളിതാ പുതിയൊരു ടോപ്പിക്കാണ് പഠിക്കാൻ പോകുന്നത്. ഏകദേശം ഇപ്പൊ എല്ലാവർക്കും കത്തിയിട്ടുണ്ടാവും നമ്മൾ ഇന്ന് ഏതാണ് പഠിക്കാൻ പോകുന്നില്ല. കാരണം നിങ്ങൾ എല്ലാവരും നല്ല പൊളി മക്കളാണല്ലോ, നമ്മുടെ 5ാം ക്ലാസ്സിലെ കുഞ്ഞുമക്കളൊക്കെ. ഓക്കെ, അപ്പൊ ഏത് ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്? വേഗം. യെസ്, കറക്റ്റ് ആണ്. എയ്റോപ്ലെയിൻ വന്നതുകൊണ്ട് തന്നെ എയർ ട്രാൻസ്പോർട്ട് ആണോ മിസ്സേ എന്നൊരു ചോദ്യം അവൻ ചോദിച്ചതിൽ തെറ്റില്ല. എയർ ട്രാൻസ്പോർട്ട് ആവാൻ സാധ്യതയുണ്ട് അല്ലെ. ഓക്കെ എടാ, അപ്പൊ ബിഫോർ മൂവിങ് ടു ദ ക്ലാസ്സസ് വേഗം മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും അതേപോലെ തന്നെ നിങ്ങളുടെ ഗ്രൂപ്പിനൊക്കെ അങ്ങ് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് എല്ലാവരോടും വേഗം ജോയിൻ ചെയ്യാൻ പറയാം. നമ്മളിതാ എയർ ട്രാൻസ്പോർട്ട് സെറ്റ് ആയിട്ട് പഠിക്കാൻ പോവാണ്. വേഗം നമ്മളൊപ്പം കൂടിക്കൊള്ളാൻ പറയാം കേട്ടോ. ഓക്കെ, യെസ്. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് നമ്മുടെ 7th ചാപ്റ്ററിലെ മറ്റൊരു ടോപ്പിക് ആയിട്ടുള്ള ഏതാണ്? എയർ ട്രാൻസ്പോർട്ട് അഥവാ വ്യോമഗതാഗതമാണ് നമുക്കിന്ന് പഠിക്കാനായിട്ടുള്ളത്. റെഡി ആണോ? യെസ്, ഓക്കെ, വെരി ഗുഡ്, അടിപൊളി. ഓക്കെ, അപ്പൊ അതിന് മുന്നേ ആയിട്ട് വേഗം പോയി നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് നോട്ട്ബുക്ക് എല്ലാം എടുത്തിട്ട് വരാം. നമ്മുടെ ന്യൂട്ടൺസിന്റെ മക്കൾ ആരെങ്കിലും ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ വേഗം നമ്മുടെ സ്വന്തം സ്റ്റഡി മെറ്റീരിയൽ എടുത്തിട്ട് വരാം കേട്ടോ. ഓക്കെ, യെസ്. എന്താണ് എയർ ട്രാൻസ്പോർട്ട് അഥവാ വ്യോമഗതാഗതം എന്ന് നമുക്ക് നോക്കിയാലോ? യെസ്, നോക്കാം. ഇറ്റ് ക്യാൻ ക്യാരി ഹെവി ആൻഡ് ബൾക്കി ഗുഡ്സ് ഓവർ എ ലോങ് ഡിസ്റ്റൻസ്. ഭാരമേറിയതും വലുതുമായ സാധനങ്ങളെ നമുക്ക് ദീർഘദൂരത്തേക്ക് ഒരുപാട് ദൂരം അഥവാ ദീർഘദൂരം ലോങ് ഡിസ്റ്റൻസിലേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം നമുക്ക് പഠിക്കാനുള്ളത്. ദെൻ നോക്കാം, ഇറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ ബോത്ത് പാസഞ്ചേഴ്സ് അഥവാ എന്താണ്, യാത്രക്കാർക്കും അതുപോലെ തന്നെ കാർഗോ ട്രാൻസ്പോർട്ട്. വാട്ട് യു മീൻ ബൈ കാർഗോ? എന്താണ് കാർഗോ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? കാർഗോ എന്നാൽ ചരക്ക് ഗതാഗതത്തിനും ഉപയോഗപ്രദമാണ്. പാസഞ്ചേഴ്സ് യാത്രക്കാർക്കും അതുപോലെ തന്നെ ചരക്ക് ഗതാഗതത്തിനും ഇത് ഒരുപോലെ ഉപയോഗപ്രദമാണ്. യെസ്, ഇതാ നോക്കിക്കേ, മിസ് ഇവിടെ കുറച്ച് പിക്ചേഴ്സ് ഒക്കെ ആഡ് ചെയ്യാൻ പോവാണ്. ആഡ് ചെയ്തേക്കാണ്, നിങ്ങളൊന്ന് വേഗം നോക്കിയിട്ട് പറയാം കേട്ടോ. സ്കൈ ഷിപ്പ് കണ്ടോ? ആകാശക്കപ്പൽ കണ്ടോ? എത്ര പേര് കയറിയിട്ടുണ്ട് ആകാശക്കപ്പലില്? ഇപ്പൊ വരും കേട്ടോ ആൻസേഴ്സ് ഒക്കെ. ഓക്കെ, തന്നെ അടുത്ത് നോക്കാം. പാരച്യൂട്ട്. എനിക്കറിയാം ഓൾമോസ്റ്റ് നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ഒരു പകുതിയോളം പേരെങ്കിലും പാരച്യൂട്ടിൽ കയറിയവരോ അല്ലെങ്കിൽ പാരച്യൂട്ട് നേരിട്ട് കണ്ടവരോ ആയിരിക്കും. ആ കാര്യത്തിൽ എനിക്ക് കോൺഫിഡന്റ് ആണ് ഞാൻ അല്ലെ. എപ്പോഴെങ്കിലും ഒരു തവണയെങ്കിലും അല്ലെങ്കിൽ മെജോറിറ്റി നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന എല്ലാവരും ഡ്രീം ചെയ്യുന്ന ഒരു കാര്യം എന്തായിരിക്കും? പാരച്യൂട്ടിൽ ഒന്ന് കയറണം അല്ലേ? വേണ്ടേ? തോന്നിട്ടില്ലേ? യെസ്. ഓക്കെ, then അടുത്ത് നോക്കാം. ഫ്ലെയർ 1 കണ്ടോ? പിക്ചർ കണ്ടോ? ഫ്ലെയർ 1. then അടുത്ത് നോക്കിക്കേ, എന്താണ് വരുന്നേ? യെസ്, ദാ 2 പേരുടെ പിക്ചറാണ് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്. യെസ്, ആരാണ് ഇവര്? എന്താണ് ഇവരുടെ പിക്ചർ മിസ് ഇവിടെ ആഡ് ചെയ്യാനുള്ള കാരണം? അതൊക്കെ ഒന്ന് സെറ്റ് ആക്കിക്കോട്ടോ. യെസ്, നമുക്ക് നോക്കാം. ദാ എന്താണ് നമുക്ക് പഠിക്കാനുള്ളത്? യെസ്, ബിഗാൻ ഇൻ 1783 വിത്ത് ദ ഹോട്ട് എയർ ബലൂൺ. 1783 നമ്മൾ ഹോട്ട് എയർ ബലൂണുകൾ ഉപയോഗിച്ചെന്ന് ഇത് ആരംഭിച്ചത്. എങ്ങനെയാണ്? നമ്മൾ പറഞ്ഞു എയർ ട്രാൻസ്പോർട്ട് സിസ്റ്റം അഥവാ വ്യോമഗതാഗതം 1783 അതൊരു വർഷമാണല്ലേ. ഇപ്പൊ നമ്മൾ 2025 2024 എന്നൊക്കെ പറയുന്ന പോലെ 1783 എന്ന് പറഞ്ഞാൽ 1783 ഒരു വലിയ ഹോട്ട് എയർ ബലൂണുകൾ ഉപയോഗിച്ച് നമ്മളിത് ആരംഭിച്ചത്. നോക്കാം. എയർ ഷിപ്സ് ആൻഡ് പാരച്യൂട്ട്സ് were later developed but were hard to control. എയർ ഷിപ്പുകളും അതേപോലെ തന്നെ പാരച്യൂട്ടുകളും പിന്നീട് ഒരു ഹോട്ട് എയർ ബലൂണുകൾ തുടങ്ങിയ നമ്മൾ പിന്നീട് എന്ത് ചെയ്യാൻ തുടങ്ങി? ഈ ആദ്യം കണ്ട പോലുള്ള എയർ ഷിപ്പുകളും അതേപോലെ തന്നെ പാരച്യൂട്ട്സ് ഒക്കെ പിന്നീട് വികസിപ്പിച്ചെടുത്തു എന്നുള്ളതാണ്. പിന്നീട് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് തുടങ്ങി. യെസ്, അങ്ങനെ ഇരിക്കേതാ അടുത്ത ഒരു കഥ വരാണ്. ഫസ്റ്റ് മോഡേൺ എയറോപ്ലെയിൻ കണ്ടോ? എന്താണ്? ആദ്യത്തെ ആധുനിക വിമാനം, ഫസ്റ്റ് മോഡേൺ ആയിട്ടുള്ള എയറോപ്ലെയിൻ ആയിട്ടുള്ള
ഫ്ലെയർ 1 ലോഞ്ച് ചെയ്യാണ് കേട്ടോ. അങ്ങനെ ആദ്യമായിട്ട് നമ്മൾ പറഞ്ഞു നമ്മൾ ഇവിടെ തുടങ്ങിയത് എന്തിൽ നിന്നാണ് തുടങ്ങിയത് നമ്മൾ നേരത്തെ പറഞ്ഞത് നോക്കാം. നമ്മൾ ഹോട്ട് എയർ ബലൂണിൽ തുടങ്ങി, എയർ ഷിപ്പുകളും പാരച്യൂട്ട്സും വന്നു, അതിൽ നിന്ന് നേരെ നമ്മളുടെ അടുത്ത ഫ്ലെയർ 1 പോലുള്ള മോഡേൺ എയറോപ്ലെയിനുകളിലേക്ക് വന്നു അല്ലെ. ഇറ്റ് വർ ബിൽഡ് ബൈ റൈറ്റ് ബ്രദേഴ്സ്. ആരാണ്? റൈറ്റ് സഹോദരന്മാരാണ് നിർമ്മിച്ചത്. നോർത്ത് കാരോലിന ഇൻ USA അല്ലെ. ഇങ്ങനെയാണ് 1903 നോർത്ത് കരോലിന റൈറ്റ് സഹോദരന്മാരാണ് ഈ പറയുന്ന ഫ്ലെയർ 1 എന്നുള്ള ആധുനിക വിമാനങ്ങൾ നിർമ്മിച്ചത് കേട്ടോ. അവരുടെ പിക്ചറാണ് നമ്മൾ ആദ്യം നമ്മൾ കണ്ടതല്ലേ. അവരാണ് ഈ ഫ്ലെയർ 1 മോഡേൺ എയറോപ്ലെയിൻ നിർമ്മിച്ചത്. ലേറ്റർ പിന്നീട് നമ്മളിപ്പോ കാണുന്ന രീതിയിലുള്ള ഹെലികോപ്റ്ററുകളും ജെറ്റ് വിമാനങ്ങളും അതേപോലെ തന്നെ പാസഞ്ചർ പ്ലെയിൻസും സൂപ്പർസോണിക് എയർക്രാഫ്റ്റ് തുടങ്ങിയ പലതും എന്ത് ചെയ്യാൻ തുടങ്ങി, നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് തുടങ്ങി അഥവാ വികസിപ്പിച്ചെടുത്തു എന്നുള്ളതാണ്. ക്ലിയർ? യെസ്. അപ്പൊ എന്താണ് പറഞ്ഞത്? ഏറ്റവും ആദ്യം നമ്മൾ തുടങ്ങിയത് എവിടെ നിന്നാണ്? നമ്മൾ ആദ്യം തുടങ്ങിയത് ഒരു ഹോട്ട് എയർ ബലൂണിൽ നിന്നാണ്. ആ ഹോട്ട് എയർ ബലൂണിൽ നിന്ന് നേരെ നമ്മൾ കടന്നത് എയർ ഷിപ്സ് അഥവാ പാരച്യൂട്ട്സിലോട്ടാണ്. എന്താണ്? എയർ ഷിപ്സ് അഥവാ പാരച്യൂട്ട്സിലോട്ട് പോയി നമ്മൾ. എയർ ഷിപ്പ് അഥവാ പാരച്യൂട്ട്സ് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ഫ്ലെയർ 1 എന്നുള്ള മോഡേൺ എയറോപ്ലെയിൻസ് കണ്ടുപിടിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ എപ്പോഴും കാണുന്ന നമ്മൾ അമ്മയോടൊക്കെ പറയൂലേ, അമ്മയൊക്കെ പറയൂലേ, അല്ലെങ്കിൽ അമ്മ കുഞ്ഞായിരിക്കും നമ്മൾ പറയും ദേ മോനെ എയറോപ്ലെയിൻ പോണ്ട, അല്ലെങ്കിൽ ഹെലികോപ്റ്റർ പോണ്ട, ജെറ്റ് വിമാനം പോണ്ട എന്നൊക്കെ പറയാറുണ്ട് അല്ലേ. യെസ്, അതേപോലുള്ള ഹെലികോപ്റ്റേഴ്സും ജെറ്റും പാസഞ്ചർ പ്ലെയിൻസും സൂപ്പർസോണിക് എയർക്രാഫ്റ്റ് പോലുള്ള ഒരുപാട് ഉയർന്ന രീതിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങി? എയർ ട്രാൻസ്പോർട്ട് ഡെവലപ്പ് ചെയ്ത് വികസിപ്പിച്ച് എടുത്തു എന്നുള്ളതാണ്. ക്ലിയർ? യെസ്. ദെൻ നോക്കാം, അടുത്ത് നോക്കിക്കോളൂ. എയർ ട്രാവൽ ഈസ് ദ ഫാസ്റ്റസ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ഫോർ എ ലോങ് ഡിസ്റ്റൻസ് അല്ലെ. നമുക്കിപ്പോ ഒരു ദീർഘദൂരത്തേക്ക് അല്ലെങ്കിൽ ഒരുപാട് അകലെയുള്ള ഒരു സ്ഥലത്താണ് നമുക്ക് പോകേണ്ടത് എങ്കിൽ നമുക്ക് ഏറ്റവും വേഗത്തിൽ അവിടെ എത്താൻ സാധിക്കണമെങ്കിൽ ഏത് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ചൂസ് ചെയ്യണം? ഈ പറയുന്ന എയർ ട്രാവൽ അഥവാ വ്യോമഗതാഗതമാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. കാരണം എന്താ? നമുക്കൊരു ലോങ് ഡിസ്റ്റൻസ്, ഒരു ദീർഘദൂരത്താണ് എത്തേണ്ടതെങ്കിൽ ഏറ്റവും വേഗത്തിൽ അവിടെ എത്താൻ നമ്മെ സഹായിക്കുന്നതും എന്ത് തന്നെയാണ്? എയർ ട്രാവൽ ആയിരിക്കും അല്ലെ. മറ്റുള്ളതിനെയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും വേഗത്തിൽ നമ്മൾ അവിടെ എത്താൻ സഹായിക്കുന്നത് എയർ ആയിരിക്കും. ഇറ്റ് ഈസ് വൈഡ്ലി യൂസ്ഡ് ഫോർ, എങ്ങനെയാണ് അത് ഏറ്റവും അധികം ഉപയോഗിക്കുന്നത്? പാസഞ്ചർ, നോക്കിക്കേ, യാത്രക്കാർക്ക് ട്രാവൽ ചെയ്യാൻ ഉപയോഗിക്കാം. അതേപോലെ തന്നെ ചരക്ക് കാർഗോ കൊണ്ടുപോകാൻ, അതേപോലെ തന്നെ മിലിറ്ററി പർപ്പസ്, നമ്മുടെ സൈനിക ആവശ്യങ്ങൾക്കായിട്ട്. നമ്മളിപ്പോ ചില മൂവീസ് ഒക്കെ കാണില്ലേ, ഇപ്പൊ ലാലേട്ടന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒക്കെ ചില മൂവീസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അവിടെ എങ്ങനെയാണ് വിമാനം വരുന്നു, അതിൽ നിന്ന് മറ്റേ പട്ടാളക്കാരും സൈനികരൊക്കെ ചാടി ഓടി മറിഞ്ഞൊക്കെ വെടിവെക്കുന്നു, രക്ഷപ്പെടുന്നു, ആളുകളെ രക്ഷിക്കുന്നു, ഹെലികോപ്റ്റർ ഒക്കെ വന്ന് അങ്ങനെ നിങ്ങൾ പല സീൻസും കണ്ടിട്ടുണ്ടാവും അല്ലെ. അപ്പൊ എന്തൊക്കെയാണ് ഈ പറയുന്ന എയർ ട്രാൻസ്പോർട്ടിന്റെ ഉപയോഗങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം പാസഞ്ചർ ട്രാവൽ അല്ലെ, യാത്രക്കാർക്ക് സഞ്ചരിക്കാൻ, യാത്ര ചെയ്യാനായിട്ട്, അതേപോലെ തന്നെ ചരക്ക് കൊണ്ടുപോകാനായിട്ട്, ദെൻ സൈനിക ആവശ്യങ്ങൾക്ക്, അങ്ങനെ ഒരുപാട് ആവശ്യങ്ങൾക്കായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? എയർ ട്രാൻസ്പോർട്ട് ഉപയോഗിക്കാം. അതേപോലെ തന്നെ ലോങ് ഡിസ്റ്റൻസിലേക്ക്, ഫാസ്റ്റസ്റ്റ് ആണ്, ലോങ് ഡിസ്റ്റൻസിലേക്ക് പോകാനായിട്ടും നമ്മളെ സഹായിക്കും എന്നുള്ളതാണ്. ക്ലിയർ? യെസ്. ദെൻ അടുത്ത് നോക്കിക്കോളൂ. വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് എയർ ട്രാൻസ്പോർട്ട്? ഇപ്പൊ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഏറ്റവും ആദ്യം എന്താണ് വന്നത്? അതിൽ നിന്ന് ഡെവലപ്പായി ഇന്ന് നമ്മൾ കാണുന്ന എയ്റോപ്ലെയിൻസും ജെറ്റ് വിമാനങ്ങളും അതേപോലെ തന്നെ എന്താണ് പാസഞ്ചർ എയ്റോപ്ലെയിൻസും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അല്ലെ. അപ്പോ എന്താണ് ആക്ച്വലി എയർ ട്രാൻസ്പോർട്ട് അഥവാ വ്യോമഗതാഗതത്തിന്റെ ഗുണങ്ങൾ അഥവാ നല്ല വശങ്ങൾ, അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് നോക്കാം. യെസ്, ഒന്നാമത്തെ അഡ്വാൻറ്റേജ് നോക്കിയേ. യെസ്, ഫാസ്റ്റസ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് അല്ലെ. ഏറ്റവും വേഗതയേറിയ ഗതാഗത മാർഗം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് പറയാൻ സാധിക്കും ഏതാണ്? എയർ ട്രാൻസ്പോർട്ട് ആണ് അല്ലെ. എയർ ട്രാൻസ്പോർട്ട് ആണ് ഏറ്റവും വേഗതയേറിയ, ഏറ്റവും വേഗത്തിൽ നമുക്ക് യാത്ര ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു മാർഗം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കണ്ണും പൂട്ടി പറയും അത് എയർ ട്രാൻസ്പോർട്ട് ആണെന്നുള്ളത് കേട്ടോ. യെസ്, അതിന് മുന്നേ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ക്ലാസ് കാണുന്ന എത്ര പേര് എയർ ട്രാൻസ്പോർട്ട് വഴി ഏതെങ്കിലും ഒക്കെ സ്ഥലങ്ങളിൽ പോയിട്ടുള്ള എത്ര പേരുണ്ട്? ട്രിപ്പായിട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ പുറത്തുള്ള അച്ഛനോ അമ്മയോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് വെക്കേഷനിൽ പോയതോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒരു ഫാമിലി ട്രിപ്പോ എവിടെയെങ്കിലും ഒക്കെ ആയിട്ട് എയറോപ്ലെയിനിൽ കയറിയിട്ടുള്ളവരെല്ലാവരും ഒന്ന് വേവ് ചെയ്താൽ അറിയാൻ പറ്റില്ല. വേഗം കുറച്ച് എയറോപ്ലെയിൻ്റെ ഇമോജി നമ്മുടെ ചാറ്റ് ബോക്സിലിട്ടെ, വേഗം കുറച്ച് എയറോപ്ലെയിൻ്റെ ഇമോജി. യെസ്,
ഓക്കെ, അപ്പൊ 1-2 ഇമോജീസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ പുറകെ ഇമോജീസ് വരും എന്ന് പ്രതീക്ഷിക്കാം കേട്ടോ. യെസ്, നോക്കാം. It connects the countries across the continents, make a world a global village. അല്ലേ, നമുക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ ഒരു ഭൂഖണ്ഡത്തിൽ നിന്ന് മറ്റൊരു ഭൂഖണ്ഡത്തിലേക്കോ അല്ലെങ്കിൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കോ എവിടെ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഈ എയർ ട്രാൻസ്പോർട്ട് വഴി പോകാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അല്ലെ, എയർ ട്രാൻസ്പോർട്ട് വഴി നമുക്ക് ലോകത്തിന്റെ ഏത് ഭാഗത്ത് വേണമെങ്കിലും പല ഭാഗങ്ങളിലേക്കും പോകാനായിട്ട് സാധിക്കും എന്നുള്ള ഒരു കാര്യമാണ്. ദെൻ അടുത്ത് നോക്കുക, എന്താണ്, ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ നാഷണൽ ഡിഫൻസ്. അല്ലെ, ലോകത്തെ ഒരു ആഗോള ഗ്രാമമാക്കി, അല്ലെങ്കിൽ എന്താണ്, നാഷണൽ ഡിഫൻസ്, യുദ്ധത്തിനും സൈന്യത്തിനും കാര്യങ്ങൾക്കും മിലിറ്ററി സൈനിക ആവശ്യങ്ങൾക്കും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് നമുക്കത് ഉപയോഗിക്കാം. ഇറ്റ് ഈസ് ഐഡിയൽ ഫോർ എ ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ, ദീർഘദൂര ഒരുപാട് എന്താണ് ലോങ് ആണ് നമ്മുടെ സ്പോട്ടെങ്കിൽ അവിടെ വരെ യാത്ര ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കും. അതുപോലെ തന്നെ യൂസ്ഫുൾ ഫോർ ട്രാൻസ്പോർട്ടിങ് അർജന്റ് ഗുഡ്സ്, ലൈക്ക് വളരെ ആവശ്യമായിട്ടുള്ള അർജന്റ് ആയിട്ടുള്ള ഇമീഡിയറ്റ് ആയിട്ടുള്ള ഗുഡ്സ് ആയിട്ടുള്ള മെഡിസിൻസും അതേപോലെ തന്നെ പെരിഷബിൾ ഐറ്റംസ്, പെട്ടെന്ന് കേടുവരുന്ന അല്ലെങ്കിൽ പൊട്ടിപ്പോകുന്ന തരത്തിലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വളരെ സേഫ് ആയിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ടും നമ്മൾ എന്ത് സഹായിക്കും എന്നുള്ളതാണ് ഈ പറയുന്ന എയർ ട്രാൻസ്പോർട്ട്. അല്ലെ, നമ്മളിപ്പോൾ പത്രത്തിൽ സ്ഥിരം കാണുന്നുണ്ട്, എന്താണ്, ഹൃദയമാറ്റൽ ശസ്ത്രക്രിയ, അതേപോലെ ഓരോരോ അവയവങ്ങളൊക്കെ മാറ്റി വെക്കുന്നത്. അല്ലെ, ഇതൊക്കെ എങ്ങനെയാണ് അവര് വലിയ എയറോപ്ലെയിനിലൊക്കെ വളരെ പെട്ടെന്ന് ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഉടനെ ഹൃദയം മാറ്റി ഉടനെ തന്നെ അത് വളരെ സേഫ് ആയിട്ട് പ്ലേസ് ചെയ്ത് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നതൊക്കെ ഈ പറയുന്ന ഹെലികോപ്റ്റേഴ്സും അതേപോലെ തന്നെ നമ്മുടെ എയർ ട്രാൻസ്പോർട്ടേഷൻ മോഡാണ്. അല്ലെ, കാരണം എന്താ, ഈ പറയുന്ന ട്രാഫിക് ജാംസും കാര്യങ്ങളെല്ലാം കുറച്ച് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് എന്ത് ചെയ്യാൻ സാധിക്കും, ഒരു സ്പോട്ടിൽ എത്തിക്കാനായിട്ടൊക്കെ സാധിക്കുന്നതാണ്. അല്ലെ, യെസ്. ദെൻ അടുത്ത് നോക്കിക്കേ, റെഡ്യൂസസ് ട്രാവൽ ടൈം കമ്പയർഡ് ടു റോഡ്, റെയിൽ ഓർ സീ. നമ്മൾ ഈ പറഞ്ഞ റോഡിനോടോ റെയിലിനോടോ സീയോടോ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടത്തെ നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ ടൈം അല്ലെങ്കിൽ ട്രാവലിംഗ് ടൈം എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി വളരെ വളരെ റെഡ്യൂസ് ചെയ്യാൻ, അതായത് കുറയ്ക്കാനായിട്ട് നമ്മളെ ഈ പറയുന്ന എയർ ട്രാൻസ്പോർട്ട് സഹായിക്കും എന്നുള്ളതാണ്. ക്ലിയർ? യെസ്. എടാ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് ന്യൂസ് പേപ്പർ ഹെഡിങ്സ് അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ കട്ടിങ്സ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലേ? വൈ ഹാവ് ദി എംപ്ലോയീസ് ഹാവ് ബീൻ അഡ്വൈസ്ഡ് ടു അവോയ്ഡ് ദ പ്രൈവറ്റ് വെഹിക്കിൾസ് ആൻഡ് യൂസ് ദ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം? എന്തുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത് മക്കളെ, അല്ലെങ്കിൽ നമ്മൾ പൊതുവെ എല്ലാവരും പറയുന്നത് എന്താ, പ്രൈവറ്റ് വെഹിക്കിൾസ്, അതായത് നമ്മുടെ വീട്ടിലെ നമ്മുടെ സ്വന്തം വണ്ടിയായിട്ടുള്ള കാറ്, അതേപോലെ തന്നെ ബൈക്ക്, സൈക്കിള്, ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം മാറ്റിയിട്ട് പൊതുവെ നമ്മുടെ റോഡിൽ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം ആയിട്ടുള്ള എല്ലാവർക്കും കൂടി ഉപയോഗിക്കാൻ സാധിക്കുന്ന ഈ പറഞ്ഞ പൊതുഗതാഗതങ്ങൾ, അതായത് ബസ്, പിന്നെന്താ ടാക്സി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ പറയുന്നതിന്റെ കാരണം എന്താണ്? വേഗം ചാറ്റ് ബോക്സിലിട്ടെ. എന്തായിരിക്കും റീസൺ? എന്താണ് റീസൺ? യെസ്, നമ്പർ 1, ടു റെഡ്യൂസ് ദ ട്രാഫിക് കൺജഷൻ. അല്ലെ, നമുക്കൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു വീട്ടിൽ നിന്ന് 2 വണ്ടി വെച്ച് 100 വീടാവുമ്പോ എത്ര വണ്ടിയായി? 200 വണ്ടിയായി. അല്ലെ, അപ്പൊ ഈ 200 വണ്ടി വരാതിരുന്നെങ്കിൽ, റോട്ടിലോട്ട് ഇറങ്ങാതിരുന്നാൽ അത്രയും ട്രാഫിക് കുറഞ്ഞില്ലേ? അപ്പൊ എന്ത് ചെയ്യണം? പൊതുവേ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ പ്രൈവറ്റ് വെഹിക്കിൾസ് ഉപയോഗിക്കുന്നത് കുറഞ്ഞ് എന്ത് ചെയ്യുക? നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം ഉപയോഗിക്കുക. അപ്പൊ കുറവായിട്ട് നമുക്ക് ഈ പറയുന്ന ട്രാഫിക് ജാംസും ആക്സിഡൻസും കാര്യങ്ങളൊക്കെ കുറയ്ക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് കേട്ടോ. ടു റെഡ്യൂസ് ദ ട്രാഫിക് കൺജഷൻ, എന്താ പറയുന്നേ? ഗതാഗത കുരുക്ക് കുറയ്ക്കാൻ സഹായിക്കും. ടു ലോവർ ദി എയർ പൊല്യൂഷൻ, അല്ലെ, വായു മലിനീകരണം. ഇത്രയും വണ്ടികൾ ഇങ്ങനെ റോട്ടിൽ കൂടി ഓടുമ്പോ എന്തോരം മലിനീകരണവും പുകയും അതേപോലെ പൊടിയും അഴുക്കും പ്രശ്നങ്ങളൊക്കെയാണ്. ഇതൊക്കെ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. അല്ലെ, ടു ലോവർ എയർ പൊല്യൂഷൻ, ടു സേവ് ഫ്യൂവൽ ആൻഡ് റെഡ്യൂസ് എക്സ്പെൻസസ്. അല്ലെ, ഇന്ധനം ലാഭിക്കുന്നതിനും അതുപോലെ തന്നെ ചെലവ് കുറയ്ക്കുന്നതിനും സഹായിക്കും. ആൻഡ് നോക്കാം, ടു പ്രൊമോട്ട് ദ യൂസ് ഓഫ് പബ്ലിക് ട്രാൻസ്പോർട്ട്. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പൊതുഗതാഗത ഉപയോഗം പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കും. അല്ലെ, നമുക്ക് വേണ്ടിയാണ് ഈ പറയുന്ന പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം ഒക്കെ കൊണ്ടുവന്നിരിക്കുന്നത്. അല്ലെ, അപ്പൊ അതിന്റെ ഉപയോഗം നമുക്ക് ഒരുപാട് പ്രൊമോട്ട് ചെയ്യാനും അതേപോലെ തന്നെ പ്രോത്സാഹിപ്പിക്കാനും സാധിക്കും. യെസ്. ദെൻ അടുത്ത് നോക്കാം, എന്താ പറയുന്നത്? ഒബ്സർവ് ദ ഫോളോയിങ് പിക്ചേഴ്സ്. താഴെ നമുക്ക് 3 പിക്ചേഴ്സ് ആഡ് ചെയ്തേക്കാണ്. ഒന്നാമത്തെ പിക്ചർ നോക്കി, വലിയ ടൈറ്റ് ആയിട്ടുള്ള ട്രാഫിക് ജാം കാണാൻ പറ്റും. സെക്കൻഡ് വൺ ഒന്നുകൂടി ഞാൻ സൂം ചെയ്ത് കാണിക്കാം കേട്ടോ. ഇത് ഓരോന്നും സൂം ചെയ്ത് കാണിക്കാം. നോക്കാം, ഫസ്റ്റ് വൺ ട്രാഫിക് ജാം ആണല്ലേ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? യെസ്, ഇതേപോലൊരു ട്രാഫിക് ജാമിൽ നമ്മൾ പെട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ എമർജൻസി ആയിട്ട് ഒരിടത്ത് എത്താം?
നമ്മൾ കാണാറുണ്ടല്ലേ പത്രത്തിലൊക്കെ ഈ പറയുന്ന വയ്യാത്ത രോഗികളെയും കൊണ്ട് ആംബുലൻസ് ഒക്കെ പോയി ട്രാഫിക് ജാമിൽ പെട്ടുപോകുന്നതും ഒരുപാട് ലേറ്റ് ആയി അവരെ എത്തിക്കാൻ വൈകുന്നത് കൊണ്ട് അവർക്ക് മരണം സംഭവിക്കുന്നതും അല്ലെങ്കിൽ അസുഖങ്ങൾ കുറേ കൂടി വേഴ്സ്റ്റ് സിറ്റുവേഷനിലോട്ട് പോകുന്നതൊക്കെ നമ്മൾ പത്രത്തിലൊക്കെ വായിക്കാറുണ്ട് അല്ലേ. യെസ്, അതേപോലെ അടുത്ത് നോക്കിക്കേ, ആക്സിഡന്റ് ആണ് അല്ലേ. ഒരുപാട് വണ്ടി ഇങ്ങനെ കൂടി 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 അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകാൻ പറ്റാതെ ബഹളായി, ലാസ്റ്റ് പ്രശ്നമായി, ഇടിയും പിടിയും ബഹളമൊക്കെ ആയി ആക്സിഡൻസ് സംഭവിക്കുന്ന കാണാം. അടുത്ത് എന്താണ്? സ്മോക്ക് ആണല്ലേ, പൊല്യൂഷൻ. ഇത്രയും വണ്ടികൾ ഇങ്ങനെ ഓടുമ്പോൾ നമുക്ക് അതിൽ നിന്നുള്ള സ്മോക്ക് അഥവാ പൊല്യൂഷൻ നമ്മളെ ആരോഗ്യത്തെ വളരെ ദോഷകരമായ രീതിയിൽ ബാധിക്കും എന്നുള്ളതാണ് കേട്ടോ. യെസ്, നോക്കിക്കേ, വാട്ട് ആർ ദ കോൺസിക്വൻസീസ് ഓഫ് ആൻ ഇൻക്രീസ്ഡ് നമ്പർ ഓഫ് വെഹിക്കിൾസ്. നോക്കിക്കേ, വാഹനങ്ങളുടെ എണ്ണം ഇതേപോലെ കൂടി 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 വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയായിരിക്കും ഇതുമൂലം ഉണ്ടാവുന്ന കോൺസിക്വൻസീസ് അഥവാ പ്രത്യാഘാതങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം. ഒന്നാമത്തത് ഇൻക്രീസ്ഡ് ട്രാഫിക് കൺജഷൻസ് അല്ലെ. എന്താണ്? വർദ്ധിച്ചു വരുന്ന ഗതാഗത കുരുക്ക് അല്ലെ, ട്രാഫിക് ജാം. ദെൻ എയർ പൊല്യൂഷൻ അഥവാ വായുമലിനീകരണം അല്ലെ, എയർ പൊല്യൂഷൻ അഥവാ വായുമലിനീകരണം വന്നു. ദെൻ അടുത്ത എന്താ? നോയിസ് പൊല്യൂഷൻ. എയർ പൊല്യൂഷൻ മാത്രമാണോ? ഈ വണ്ടികളിൽ നിന്നുള്ള ഹോണും ബഹളവും അതേപോലെ വണ്ടിയുടെ സൗണ്ടും കാര്യങ്ങളെല്ലാം കൂടി ശബ്ദ മലിനീകരണം അഥവാ നോയിസ് പൊല്യൂഷൻ ഉണ്ടാക്കും. ദെൻ ഹെൽത്ത് പ്രോബ്ലംസ്, ആരോഗ്യ പ്രശ്നങ്ങൾ അല്ലെ. നമുക്ക് ഇയറിനാണെങ്കിലും അതേപോലെ തന്നെ ഈ സ്മോക്ക്, ഈ സ്ഥിരമായിട്ടുള്ള ഈ പൊല്യൂഷൻ, ഈ പറഞ്ഞ സ്മോക്ക്, ഈ വണ്ടിയിൽ നിന്നുള്ള പുകയും കാര്യങ്ങളൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശ്വാസകോശം, ഇന്റേണൽ ഓർഗൻസിനെയൊക്കെ നല്ല രീതിയിൽ അത് ബാധിക്കും അല്ലെ. അതേപോലെ തന്നെ ഹൈ ട്രാഫിക് ആക്സിഡന്റ്സ്, ഉയർന്ന തോതിലുള്ള വാഹനാപകടങ്ങൾ. ലിമിറ്റഡ് പാർക്കിംഗ് സ്പേസ് റെഡ്യൂസസ് ദ സേഫ്റ്റി ഫോർ പെഡസ്ട്രിയൻസ് ആൻഡ് ബൈസൈക്ലിസ്റ്റ്. എന്താണ്? നമുക്കറിയാം റോഡിന്റെ സൈഡിൽ കൂടി നടന്നു പോകുന്ന ഒരു കാറ്റഗറി ഓഫ് പീപ്പിൾസ് ഉണ്ട്, സൈക്കിൾ ചവിട്ടി പോകുന്നവരുണ്ട്. അപ്പൊ ഇങ്ങനെ ഈ വണ്ടിയുടെ എണ്ണമൊക്കെ കൂടി വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി മറിഞ്ഞൊക്കെ പോകാൻ തുടങ്ങുമ്പോൾ ഇവരുടെ സേഫ്റ്റി കുറയോ അല്ലെ. നടന്നു പോകുന്നവരുടെയും അതേപോലെ തന്നെ ബൈസൈക്ലിസ്റ്റ്, സൈക്കിൾ ചവിട്ടി പോകുന്നവരുടെയൊക്കെ സേഫ്റ്റി കുറയും എന്നുള്ളതൊരു പ്രശ്നമാണ്. യെസ്, അപ്പൊ ഇത്രയാണ് നമുക്ക് അവിടെ പഠിക്കാനായിട്ടുള്ളത് കേട്ടോ. യെസ്, അപ്പൊ ഒന്നുകൂടി മിസ് പറയാൻ പോവാണ്. നമ്മൾ ഇന്ന് പഠിച്ചത് എയർ ട്രാൻസ്പോർട്ടേഷനെ കുറിച്ചാണ്. യെസ്, എയർ ട്രാൻസ്പോർട്ട് നമ്മൾ ആദ്യം എന്താണ് എയർ ട്രാൻസ്പോർട്ട് എന്നുള്ളൊരു ചെറിയൊരു ഐഡിയ പറഞ്ഞു. അത് കഴിഞ്ഞ് എവിടെ നിന്നാണ് എങ്ങനെയാണ് നമ്മൾ തുടങ്ങിയെന്ന് പറഞ്ഞു അല്ലെ. പാസഞ്ചേഴ്സ് ട്രാൻസ്പോർട്ടേഷനും ഉണ്ട്, അതേപോലെ തന്നെ കാർഗോയും ഉണ്ടെന്ന് പറഞ്ഞു. ദെൻ കുറച്ച് പിക്ചേഴ്സും കാര്യങ്ങളെല്ലാം കണ്ടതിന് ശേഷം നേരെ നമ്മൾ അതിന്റെ ഒരു ഹിസ്റ്ററി അഥവാ ചരിത്രം നോക്കാനായിട്ടാണ് പോയത്. ഹോട്ട് എയർ ബലൂൺസിനെ കുറിച്ച് പറഞ്ഞു, അതേപോലെ തന്നെ എയർ ഷിപ്സിനെയും പാരച്യൂട്ട്സിനെയും കുറിച്ച് പറഞ്ഞു. ദെൻ അത് കഴിഞ്ഞ് നമ്മൾ നേരെ വന്നത് ഫ്ലെയർ വണ്ണിലേക്കാണ്. ഫ്ലെയർ വണ്ണും കൂടി കഴിഞ്ഞാണ് നമ്മൾ ഇന്ന് കാണുന്ന ഹെലികോപ്റ്റേഴ്സും ജെറ്റ്സും പാസഞ്ചർ പ്ലെയിൻസും സൂപ്പർസോണിക് എയർക്രാഫ്റ്റ് പോലുള്ള ഒരുപാട് കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്തത് വികസിപ്പിച്ചെടുത്തെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ എന്താ പറഞ്ഞത്? എയർ ട്രാൻസ്പോർട്ട് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇറ്റ് ഈസ് ദ ഫാസ്റ്റസ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് അല്ലെ. ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ ഫാസ്റ്റസ്റ്റ് മോഡാണ്. ദെൻ പാസഞ്ചേഴ്സിന് ട്രാവൽ ചെയ്യാൻ കാർഗോ, മിലിറ്ററി പർപ്പസിനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞു. ദെൻ അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞത് അഡ്വാൻറ്റേജസ് ഓഫ് എയർ ട്രാൻസ്പോർട്ട് ആണ് അല്ലെ. ഫാസ്റ്റസ്റ്റ് മോഡാണ്. ദെൻ കണക്റ്റിംഗ് കൺട്രീസിനെ കണക്ട് ചെയ്യുന്നു അഥവാ കോണ്ടിനെന്റ്സിനെ കണക്ട് ചെയ്യുന്നു, ഭൂഖണ്ഡത്തിനെ കണക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു. യൂസ്ഡ് ഫോർ നാഷണൽ ഡിഫൻസ്, ലോങ് ഡിസ്റ്റൻസ് ട്രാവലിംഗ്, ദെൻ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് എമർജൻസി ഓർ അർജന്റ് ഗുഡ്സ് ലൈക്ക് മെഡിസിൻസ് ആൻഡ് പെരിഷബിൾ ഐറ്റംസ്. അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞ എന്താ? റെഡ്യൂസസ് ദ ട്രാവൽ ടൈം കുറയ്ക്കുന്നു എന്നുള്ള കാര്യം പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ന്യൂസ് പേപ്പർ കട്ടിങ്ങിനെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. ദെൻ അത് കഴിഞ്ഞ് നമ്പർ ഓഫ് വെഹിക്കിൾസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഡേ ബൈ ഡേ നമ്മുടെ റോഡിലുള്ള വെഹിക്കിൾസിന്റെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ള കുറച്ച് കാര്യങ്ങളും കൂടിയാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. യെസ്, അപ്പൊ അത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇതേപോലെ പഠിക്കാനായിട്ട് സാധിക്കും. സോ എന്ത് ചെയ്യുക? വേഗം എല്ലാവരും ഈ ടോപ്പിക്സ് ഒക്കെ സെറ്റ് ആയിട്ട് പഠിച്ചേക്കുക. ഇതിന്റെ ഡീറ്റെയിൽഡ് ക്ലാസ്സും വീഡിയോസ് എല്ലാം നമ്മൾ ക്ലാസ്സുകളിൽ കൊടുക്കുന്നുണ്ട്. സോ വേഗം പഠിക്കാം കേട്ടോ. ഓക്കെ, ബൈ.